സ്വന്തം ആവശ്യം നിറവേറാൻ വേണ്ടി മറ്റൊരാളെ അയാളുടെ പോലും സമ്മതമില്ലാതെ ഇഷ്ടപ്രകാരമല്ലാതെ അയാളെ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്, അല്ലെ അതിനുവേണ്ടി അയാളെ പ്രേരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ മാനിപ്പുലേഷൻ എന്നൊക്കെ വിളിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ സ്വന്തം ആവശ്യം നിറവേറാൻ വേണ്ടി മറ്റൊരാളെ അയാളുടെ സമ്മതമില്ലാതെ യൂസ് ചെയ്യുന്ന പരിപാടി. അതാണ് പച്ച മലയാളത്തിൽ നമുക്ക് മാനിപ്പുലേഷൻ എന്നതിൻ്റെ അർത്ഥം പറയാൻ സാധിക്കും. ഈ മാനിപ്പുലേഷൻ സത്യത്തിൽ ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് റിലേഷൻഷിപ്പുകളിലാണ്. പഠനങ്ങൾ പറയുന്നത് ഏറ്റവും കൂടുതൽ നല്ല മാനിപ്പുലേറ്റേഴ്സ് എന്ന് പറയുന്നത് സ്ത്രീകളും ഏറ്റവും കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നത് പുരുഷന്മാരുമാണെന്നാണ്. ഇതെല്ലാ സ്ത്രീകളെയും പറ്റിയല്ല, ഭൂരിഭാഗം വരുന്ന സ്ത്രീകളും അവരുടെ പാർട്ട്ണറായിട്ടുള്ള പുരുഷന്മാരെ അതിവിദഗ്ധമായിട്ട് അവർ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഈ ഭൂരിഭാഗം വരുന്ന പുരുഷന്മാരും സത്യത്തിൽ തങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുകയാണെന്നുള്ള സത്യം മനസ്സിലാക്കാറില്ല. ഇവരുള്ളത് അങ്ങേറ്റം ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലും കൂടിയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. 90% സ്ത്രീകളും പുരുഷന്മാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ വേണ്ടി തന്നെയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളും ഇതുപോലൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ, അതുമല്ലെങ്കിൽ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം, അതും വളരെ നേരത്തെ തന്നെ എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം. ഇത്തരം കാര്യങ്ങൾ സത്യത്തിൽ നമ്മൾ മുൻകൂട്ടി തന്നെ മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫേസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിനെ വൃത്തിയായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഇതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് കുറച്ച് നേരത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ, നിങ്ങളുടെ പാർട്ട്ണറെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ സ്വന്തം ലൈഫിലേക്ക് ഒന്ന് ഫോക്കസ് കൊടുക്കുക. എന്നിട്ട് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് വിലയിരുത്തുക. സോ റിലേഷൻഷിപ്പിലായവരും ആകാത്തവരും എല്ലാവരും തന്നെ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. കഴിയുമെങ്കിൽ ഈ വീഡിയോ മറ്റാർക്കെങ്കിലും ഷെയർ കൂടെ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലും അത് അറിയിക്കുക. സോ വീഡിയോയിലെ ആദ്യത്തെ സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ ബന്ധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സമാധാനം കിട്ടിയിട്ടുണ്ടോ, അതോ നിങ്ങൾക്ക് ആ ബന്ധത്തെപ്പറ്റി ആലോചിക്കുമ്പോഴേ നിങ്ങൾക്ക് ആൻസൈറ്റി ഇഷ്യൂസ് ഉണ്ടാകാറുണ്ടോ? ഒന്നുകൂടി വ്യക്തമാക്കാം, നിങ്ങളുടെ ബന്ധത്തിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ, അതോ സമാധാനത്തിന് പകരം നിങ്ങൾക്ക് മനോവിഷമം മാത്രമാണോ നിങ്ങൾ അനുഭവിക്കുന്നത്? ഇനി രണ്ടാമത്തേത്, നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് എന്തൊക്കെ കൊടുത്തിട്ടും നിങ്ങൾക്ക് അവർ തരുന്നത് പുല്ലുവിലയാണോ? നിങ്ങൾ അവർക്ക് എന്ത് ചെയ്തു കൊടുത്തിട്ടും, ആ റിലേഷൻഷിപ്പിന് വേണ്ടി എന്ത് ചെയ്തു കൊടുത്തിട്ടും നിങ്ങൾ അർഹിക്കുന്ന ഒരു ബഹുമാനം അത് അവർ നിങ്ങൾക്ക് തരുന്നുണ്ടോ? ഇനി മൂന്നാമത്തേത്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? റിലേഷൻഷിപ്പിൽ ഒരു പരിധി, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു കുറ്റബോധം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ കുറ്റബോധം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ ഒരു കുറ്റബോധം തോന്നാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പാർട്ട്ണറുടെ ഭാഗത്തു നിന്ന് വാക്കുകൊണ്ടോ അല്ലാതെയോ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടോ? ഇനി നാലാമത്തേത്, നിങ്ങൾ ഇമോഷണലി ഡ്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഫീല് അനുഭവിക്കുന്നുണ്ടോ? അതായത് ഇമോഷണലി നിങ്ങൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. അതായത് കഴിച്ചിട്ടിറക്കാനും വയ്യ, അതുപോലെ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, അങ്ങനൊരു ഫീലാണോ നിങ്ങൾക്കുള്ളത്? ഇനി അഞ്ചാമത്തേത് അവസാനത്തേതുമായിട്ടുള്ള സൈൻ എന്ന് പറയുന്നത്, അവരോട് നിങ്ങൾ എന്ത് സംസാരിക്കുന്നതിന് മുമ്പും നിങ്ങൾ അതിനെപ്പറ്റി വളരെയധികം ഓവർ തിങ്ക് ചെയ്യാറുണ്ടോ? ചെറുതും വലുതുമായിട്ടുള്ള ഏത് കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അതിനെപ്പറ്റി വലിയ രീതിയിൽ ഓവർ തിങ്ക് ചെയ്യാറുണ്ട്. സോ ഈ പറഞ്ഞ സൈൻസ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഭാഗികമായിട്ടെങ്കിലും നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് നമുക്ക് അനുമാനിക്കാം. ഈ റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ രീതിയിൽ തയ്യാറെടുപ്പുകളൊക്കെ എടുക്കുക. അതുപോലെ ഒന്ന് അലേർട്ടാവുക. തയ്യാറെടുപ്പുകളെന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ബന്ധം ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കാത്ത രീതിയിൽ ആ ബന്ധം എങ്ങനെയും ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.